Hey everyone, this is Pravita from Nidus Academy. So here I am with a new OET writing tips. In our OET writing task, you will be provided with a case note. In it, a lot of information will be provided, right? So from there, we need to collect only the relevant information according to the perspective of the reader. ഈ ഇൻഫോർമേഷൻസ് നമ്മൾ ലെറ്ററിലേക്ക് സ്ട്രക്ചർ ചെയ്യുമ്പോൾ we need to showcase it through different types of connectors and conjunctions. So in this video, I will be discussing regarding those conjunctions that helps in presenting contrasting information, drawing attention to differences and showing that while two ideas may seem contradictory, both are valid and relevant in the context of the situation. Contradictory conjunctions allow ചെയ്യുന്നത് ഒരു ഡീറ്റെയിൽഡും കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ ആണ്. ഒരു ക്ലിനിക്കൽ ആസ്പെക്റ്റിൽ നിന്നോ മെഡിക്കൽ ആസ്പെക്റ്റിൽ നിന്നോ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ് ടു പ്രൊവൈഡ് all the relevant facts even if they seem contradictory so that the reader can understand the full context of the situation. Let's explore some of the most commonly used contradictions in OET letter writing. Although, even though and however. In OET writing, although and even though are used to represent the contrast between two ideas. രണ്ട് ഓപ്പോസ് ചെയ്ത് നിൽക്കുന്ന ഐഡിയാസ് നമ്മുടെ ലെറ്ററിൽ റെലവൻ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ആ ഒരു കോൺട്രാസ്റ്റ് നമുക്ക് ഈവൻ തോയും ഓൾദോയും യൂസ് ചെയ്ത് ഷോക്കേസ് ചെയ്യാവുന്നതാണ്. അതിലൂടെ ഒരു അൺഎക്സ്പെക്റ്റഡും സർപ്രൈസിംഗുമായിട്ടുള്ള ഒരു ഔട്ട്കം ആണ് പോർട്രേ ആവുന്നത്. Although is a single word, whereas even though should be written with a space in between, as it is considered as two words. Both have similar meanings. Still, even though emphasizes a stronger and more surprising contrast which highlights the contradiction more significantly than although. Let's see it with an example. Although he is mostly independent, he requires one person assistance for daily activities of living. ഇവിടെ ആള് ഇൻഡിപെൻഡൻ്റ് ആണെങ്കിലും ഒരു 1% അസിസ്റ്റൻറ്റിൻ്റെ ആവശ്യമുണ്ടെന്നാണ് പറയുന്നത്. അതായത് ഇൻഡിപെൻഡൻ്റ് ആണെങ്കിലും എന്ന് പറയുന്ന ഒരു ഡാറ്റയുടെ കൂടെയാണ് നമ്മൾ ഓൾദോ യൂസ് ചെയ്തിട്ടുള്ളതും ഇപ്പോഴത്തെ സിറ്റുവേഷനോട് അടുത്ത് നിൽക്കുന്ന ഡാറ്റ നമ്മൾ കോമ ഉപയോഗിച്ച് സെപ്പറേറ്റുമാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു ഇൻഡിപെൻഡൻ്റ് ആയ ഒരു വ്യക്തിക്ക് നമ്മുടെ എക്സ്പെക്റ്റഡ് ആൻസർ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് ഔട്ട്കം എന്ന് പറയുമ്പോൾ 1% അസിസ്റ്റൻറ്റിൻ്റെ ആവശ്യം ഇല്ല എന്നാണ് വരേണ്ടിയിരുന്നത്. എന്നാൽ ഓൾദോ ഈവൻ ദോ പോലുള്ള കണക്റ്റേഴ്സ് യൂസ് ചെയ്ത് നമുക്കൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഔട്ട്കം ഷോക്കേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ ഓൾദോ ഈ രണ്ട് കോൺട്രാസ്റ്റിംഗ് സെൻറ്റൻസുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതേ ഓൾദോ നമുക്ക് ഈ രണ്ട് കോൺട്രാസ്റ്റിംഗ് സെൻറ്റൻസുകളുടെ ഇൻ ബിറ്റ്വീനും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ ഇൻ ബിറ്റ്വീൻ യൂസ് ചെയ്യുമ്പോൾ യു ആർ നോട്ട് സപ്പോസ് ടു ആഡ് കോമ ഇൻ ഫ്രണ്ട് ഓഫ് ദ ഓൾദോ ആൻഡ് ആഫ്റ്റർ ഇറ്റ്. അങ്ങനെയാണെങ്കിൽ ഹി റിക്വയേഴ്സ് 1% അസിസ്റ്റൻറ്റ് ഫോർ ഡെയിലി ആക്ടിവിറ്റീസ് ഓഫ് ലിവിങ് ഓൾദോ ഹി ഈസ് മോസ്റ്റ്ലി ഇൻഡിപെൻഡൻറ്റ്. പലർക്കുമുള്ളൊരു ഡൗട്ടാണ് ഓൾദോയുടെ കൂടെ നെഗറ്റീവ് സെൻറ്റൻസ് ആണോ പോസിറ്റീവ് സെൻറ്റൻസ് ആണോ വരേണ്ടതെന്നുള്ളത്. ആക്ച്വലി അതിനായി ഒരു സ്പെസിഫിക് റൂൾ ഒന്നും തന്നെയില്ല. ചില കേസിൽ നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഔട്ട്കം ആണ് ഷോക്കേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഓൾദോയുടെ കൂടെ നമ്മൾ നെഗറ്റീവ് സെൻറ്റൻസും അതല്ല നെഗറ്റീവ് ഔട്ട്കം ആണ് കാണിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഓൾദോയുടെ കൂടെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സെൻറ്റൻസുമാണ് യൂസ് ചെയ്യാറ്. ലെറ്റ്സ് സീ സം എക്സാമ്പിൾസ് വെയർ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സെൻറ്റൻസസ് ആർ യൂസ്ഡ് വിത്ത് ഓൾദോ. ഓൾദോ the recovery process was painful, the patient regained full mobility. Although the wound was deep, it healed without infection. Although she is on medication, her diabetes is poorly controlled. Although the wound healed quickly, the patient still felt persistent pain. As I have already mentioned that although and even though both have similar meaning, എന്നിരുന്നാലും even though emphasizes a stronger, more contrasting contradiction than although. Let's see it with an example. Even though the patient has no history of allergies, she developed a rash after taking the prescribed medication. She developed a rash after taking prescribed medication even though she has no history of allergies. However is a very useful contradiction that represent or presents contrast or exception. ഇത് കൂടുതലായിട്ടും മെഡിക്കൽ റൈറ്റിംഗിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻ ഓർഡർ ടു പ്രസന്റ് എ ന്യൂ ഐഡിയ ദാറ്റ് ഓപ്പോസസ് ഓർ ക്വാളിഫൈസ് ദ പ്രീവിയസ് വൺ. ഹവവർ നമ്മൾ രണ്ട് കോൺട്രാസ്റ്റിംഗ് സെൻറ്റൻസുകളുടെ ഇൻ ബിറ്റ്വീൻ യൂസ് ചെയ്യുകയാണെങ്കിൽ വി നീഡ് ടു ഫോളോ സർട്ടൻ പഞ്ച്വേഷൻ മാർക്സ് ഫോർ ഇറ്റ്. അതായത് ഫസ്റ്റ് സെൻറ്റൻസ് കഴിഞ്ഞതിന് ശേഷം we have to put a semicolon, however, comma, the second sentence. അതല്ല however നമ്മൾ ഒരു സെൻറ്റൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ make sure that the previous data is a contrast to this one. Currently, her wound has healed. However, she is concerned about her skin. She has made a good progress. However, she complained of back pain occasionally. ഈ രണ്ട് സെൻറ്റൻസ് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും
ഏറ്റവും റെലവൻ്റ് ആയിട്ട് നിൽക്കുന്ന ഡാറ്റയാണ് നമ്മൾ ഹവവറിന് ശേഷം യൂസ് ചെയ്തിരിക്കുന്നത്. ഹവവർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരേ സെൻറ്റൻസിൽ ഇൻ ബിറ്റ്വീൻ ആയിട്ടും ഹവവർ യൂസ് ചെയ്യാം, അതല്ലാതെ 2 സെൻറ്റൻസുകളായിട്ട് സെപ്പറേറ്റ് ചെയ്തും യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഒരു സെൻറ്റൻസിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഹവവർ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആകാനും അതിൻ്റെ പ്രീവിയസ് ഡാറ്റ അതിനൊരു കോൺട്രാസ്റ്റ് ആണെന്നുള്ളതും മേക്ക് ഷുവർ ചെയ്യുക. സോ ഹിയർ ആർ സം കോൺട്രാസ്റ്റിംഗ് ഐഡിയാസ്. Try to connect these contrasting ideas using the appropriate connectors and let me know in the comment box. I hope this was beneficial for you. By mastering these conjunctions, you will be able to present a more professional and thoughtful approach to the writing task in the OET exam. Thank you. Nidus Academy, India's #1 language academy.